ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാനിന്നിവിടെ മത്തിയും മരിച്ചിനിയുമാണ് കേട്ടോ. മരിച്ചിനി മുറിച്ച വെച്ചതും മത്തി ഫ്രൈയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം മത്തിയും മരിച്ചിനിയും കഴിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ 1 കിലോ മരിച്ചിനി എടുത്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചിനി എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുക്കറിലിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് ഒറ്റ വിസിൽ മതി കേട്ടോ. മരിച്ചിനി നല്ല വേവുന്ന മരിച്ചിനി ആയതുകൊണ്ട് ഞാൻ പിന്നെ കുക്കറിൽ എളുപ്പം വിചാരിച്ച് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മത്തി ഫ്രൈ ആക്കാനുള്ള കുറച്ച് മസാല തയ്യാറാക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരക പൊടിച്ചതാണ്. ഇനി ആവശ്യത്തിന് മുളക് പൊടി. ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കൂടെ തന്നെ ഒരു 2 പിടി കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിത് മത്തിയെല്ലാം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് മത്തിയുടെ മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തിയുടെ മുട്ടയും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മസാല എല്ലാം കൂടെ പുരട്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ മത്തിയല്ല ഫ്രൈ ആക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ മരിച്ചിനി വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മരിച്ചിനി ഒന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂണൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കടുകിൻ്റെ ആ ഒരു ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇച്ചിരി അധികം കടുക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 2 കറിവേപ്പിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന മരിച്ചിനി മുറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉടഞ്ഞു പോകേണ്ട, വലുതായിട്ട് ഉടഞ്ഞു കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മത്തി പൊരിച്ചെടുക്കാം. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാകുമ്പോഴത്തേക്കും 2 കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെയൊക്കെ വാരിപ്പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചന്നം പിന്നെ വാരി അങ്ങോട്ടൊരു മറി ഇങ്ങോട്ടൊരു മറി, അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ ഒക്കെ ആക്കി എടുക്കുകയാണ്. ബാക്കി വരുന്ന ഈ അരപ്പെല്ലാം കൂടെ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ കട്ട് ചെയ്ത് എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. എനിക്ക് വലിച്ചു നീട്ടി പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്പീഡ് കുറച്ച് സ്പീഡ് കൂട്ടി ഇങ്ങനെ എൻ്റെ വീഡിയോ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിയെല്ലാം ഫ്രൈ ആയിരിക്കുകയാണ്. അധികം അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. അധികം മൂത്ത് പോകാതെ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണം. എങ്കിലേ ആ മത്തി കഴിക്കാനൊരു സുഖം കിട്ടുള്ളൂ. അതിലേക്ക് ഇനി പിന്നെ നമ്മുടെ ഈ മത്തിയുടെ മുട്ടയും കൂടെയൊക്കെ എടുത്തിട്ട് നമ്മളതിനെയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. മത്തിയുടെ മുട്ടയൊക്കെ ഫ്രൈ ആക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ. കഴിച്ചിട്ടുള്ളവർക്കറിയാം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒന്ന് കഴിച്ച് നോക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബാക്കി നമ്മുടെ തലയൊക്കെ ഉണ്ടായിരുന്നില്ല, ആ തലയും ഒരു 2-3 കഷ്ണം മീനും കൂടെയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തി ഫ്രൈ റെഡിയായി, മരിച്ചിനി റെഡിയായി, ഇച്ചിരി കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു, കുറച്ച് മരിച്ചിനി ഇതിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ മരിച്ചിനി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് മരിച്ചിനി എന്നേ വായിൽ വരുള്ളൂ. പിന്നെ കപ്പയെന്നും പറയും. പക്ഷേ നമ്മൾ പറയുന്നത് എപ്പോഴും മരിച്ചിനി എന്നല്ലേ. പിന്നെ കുറച്ച്
മീനിൻ്റെ മുട്ടയും 2 പീസ് മീനും ഒക്കെ എടുത്ത് വെച്ച് നമ്മളങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.